ശബരിമലയിലെ പുനഃപ്രതിഷ്ഠ നടത്തിയ കൊടിമരത്തിൽ മെർക്കുറി ഒഴിച്ചത് ആചാരത്തിന്റെ ഭാഗമായെന്ന് പിടിയിലായ ആന്ധ്ര സ്വദേശികൾ. അട്ടിമറിയല്ലെന്ന് പോലീസ് വ്യക്തമാക്കി. മെർക്കുറി എത്തിച്ചത് നവധാന്യങ്ങളുടെ കൂടെയെന്നും വിശദമായി അന്വേഷിക്കുമെന്നും പോലീസ് ശബരിമലയിൽ സുരക്ഷ ശക്തമാക്കി. സന്നിധാനത്ത് സ്ഥാപിച്ച കൊടിമരത്തിൽ കേടുപാടുകൾ വരുത്തിയ പ്രതികളെ പമ്പയിൽ നിന്നുമാണ് ദേവസ്വം കാർഡുകൾ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചത്. ഞങ്ങളെല്ലാവരും ചെന്നപ്പോൾ അവിടെ ഈ കൊടിമരത്തിന്റെ അടുത്ത് മെർക്കുറി കിടക്കുന്നതാണ് കണ്ടത്. CC ക്യാമറ ചെക്ക് ചെയ്യുകയും ചെയ്തു. ഒരു കയ്യിൽ വെള്ള പാണ്ടുള്ള ഒരാളും ഒരു പ്രായം ചെന്ന നരച്ച ഒരാളും മറ്റു രണ്ടുപേരും കൂടി ടിന്നകത്തെടുത്ത് ഒഴിക്കുന്നതായിട്ട് കാണാൻ കഴിഞ്ഞു. തുടർന്ന് പത്തനംതിട്ട SP സതീഷ് ബിനോ ഇവരെ വിശദമായി ചോദ്യം ചെയ്യുകയും പ്രതികൾ കുറ്റസമ്മതം നടത്തുകയും ചെയ്തു. ആചാരത്തിന്റെ ഭാഗമായി നവധാന്യങ്ങൾ കൊടിമരത്തിൽ സമർപ്പിക്കുകയാണ് ചെയ്തതെന്നും സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചനയില്ലെന്നും ഇവർ വെളിപ്പെടുത്തി. ഒരു 5 പേരാണ് വന്നേക്കുന്നത്. അതിൽ 3 പേര് അവരുടെ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് നവധാന്യം അവിടെ അർപ്പിക്കുകയുണ്ടായി. അതിൽ കുറച്ച് മെർക്കുറിയും അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഇത് പറ്റിയതാണെന്നാണ് ഇതുവരെയുള്ള ഞങ്ങളുടെ ഇൻഫർമേഷൻ. അറൗണ്ട് 2 മണിക്കാണ് നമ്മൾ ഇവിടെ സംഭവം നടന്നതായിട്ട് അറിയുന്നത്. അപ്പോൾ ആ സമയത്ത് CCTV ഫുട്ടേജും കാര്യങ്ങളൊക്കെ പരിശോധിച്ചത് നമ്മൾക്ക് ഇതിൻ്റെ ഫുട്ടേജും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. ഇവരുടെ കയ്യിൽ നിന്നും അത് കുറച്ച് ബാക്കിയുള്ളത് കിട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല ഇവരും സമ്മതിക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ അതിന് ബാക്കി വല്ല കഥകളോ ബാക്ക് ഡ്രോപ്പോ വല്ലതും ഉണ്ടോ എന്ന് പരിശോധിച്ച് വരികയാണ്. ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തി. പുതിയ കൊടിമരം സ്ഥാപിച്ച ദിവസം തന്നെ ഇത്തരത്തിൽ അനിഷ്ട സംഭവമുണ്ടായത് ഗൗരവത്തോടെ തന്നെയാണ് സർക്കാരും ദേവസ്വം ബോർഡും നോക്കിക്കാണുന്നത്. പ്രാഥമിക അന്വേഷണത്തിൽ അട്ടിമറിയില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നതെങ്കിലും ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്ന കാര്യം അറിയണമെങ്കിൽ ആന്ധ്ര പോലീസിന്റെ കൂടി സഹായത്തോടു കൂടി വിശദമായ പരിശോധന നടത്തേണ്ടതുണ്ട്. പമ്പയിൽ നിന്നും ക്യാമറമാൻ വിനേഷ് നേതാജിക്കൊപ്പം ബിജേഷ് നടുവിൽ.